ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് റൈസിൻ്റെ എംറ്റി ബാഗാണ്, പ്ലാസ്റ്റിക് ബാഗ്. ഈ ഒരു രീതിയിൽ ക്ലോത്ത് കവർ ചെയ്ത് എടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾക്കിത് അലമാരിയിൽ നമ്മളുടെ ഡ്രസ്സിൻ്റെ അത് ഇടുന്ന സ്ഥലത്തൊക്കെ ഇത് ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 50 കിലോ റൈസിൻ്റെയാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ബാഗാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിവശം അങ്ങോട്ട് കട്ട് ചെയ്തും കളഞ്ഞേക്കുക. ഇതിൻ്റെ ഫ്രണ്ടിൽ ആ പോർഷൻ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കാരണം അതിൽ ഈ പെയിൻറ്റിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. താഴെയുള്ള ഭാഗം ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് അങ്ങനെ രീതിയിൽ ആയിരിക്കും അത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഫ്രണ്ടിലെ പോർഷൻ കട്ട് ചെയ്തെടുത്ത് അതിനെ ഈ രീതിയിൽ തന്നെ വലുതായിട്ട് വീതിയിലും ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പം വേറെ ഒരെണ്ണം അടിയിൽ ഇടാനായിട്ടുള്ള വേറൊരു പീസും കൂടി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനത് മടക്കിയിട്ട് രണ്ടായിട്ട് വീതി കുറഞ്ഞ രീതിയിലുള്ള ഒരു ഓർഗനൈസറാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു ഐഡിയ തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെ കവർ ചെയ്യാനായിട്ട് ഈ രണ്ട് പീസിനെ കവർ ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ട് ക്ലോത്ത് എടുക്കുക. നമ്മുടെ പഴയ ക്ലോത്തൊക്കെ മതി. ഇതിപ്പോൾ ഞാൻ നേരത്തെ ബെഡ്ഷീറ്റൊക്കെ തുന്നി നിങ്ങളെ കാണിച്ച അതേ സെയിം സാരി തന്നെയാണ് അത് ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഇതിൻ്റെ ഓരോ തുണിയുടെ മീതയിലും ഓരോ പീസ് വെച്ചിട്ട് ഈ തലഭാഗം ഇങ്ങനെ മടക്കി ആദ്യം പിൻ ചെയ്ത് വെക്കുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് തെന്നിപ്പോവും. രണ്ട് തലഭാഗങ്ങളും ആദ്യം ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെച്ചിട്ട് ആദ്യം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി അപ്പുറത്തെ ആ ഒരു വലിയ ഭാഗം ഇപ്പുറത്തേക്ക് അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ചെറിയ ഭാഗം ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് കയറ്റി വെച്ചിട്ട് വേണം തുന്നാനായിട്ട്. കണ്ട, ഇതുപോലെ വലിയ ഭാഗം. അപ്പോൾ ആ സ്റ്റിച്ച് ആ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് നടുക്കൊന്നും സ്റ്റിച്ച് ഉണ്ടാവില്ല. നടുഭാഗത്തൊക്കെ വെച്ച് തുന്നിക്കഴിഞ്ഞാൽ ആ തുന്നലിൻ്റെ പാടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി അറ്റം വരെ അങ്ങോട്ട് മെഷീനിൽ തയ്ച്ചെടുക്കുക. അതില്ലെങ്കിൽ കൈ കൊണ്ട് തുന്നിയാലും മതി കേട്ടോ. ഹെമ്മിങ് ചെയ്തെടുക്കാം, വെറുതെ ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. അതുപോലെ രണ്ട് പീസ് നമ്മൾ തയ്ച്ചെടുത്ത്. അപ്പോൾ ഇത് ഈ ഹാങ്കർ അധികം ഇങ്ങനെ വലിയ നീളമുള്ള ഹാങ്കർ എടുക്കരുത്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഞാനെടുത്തത് ഏറ്റവും ചെറിയ കണ്ട അത്രയും വീതിയുള്ള, അപ്പോൾ നമുക്ക് ലെങ്ത്ത് താഴെ മുട്ടാത്ത രീതിയിലൊക്കെ കിട്ടും. അതുകൊണ്ട് അതിനെ ഒന്ന് മാക്സിമം ചെറിയ രീതിയിൽ മടക്കിയെടുത്തിട്ട് പിൻ ചെയ്ത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ ആ മറ്റേ ഭാഗം മീതിൽ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് സാധനമാണ് നമ്മൾ ഇടയിലൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ വീതി അനുസരിച്ച് നീളത്തിൽ നമ്മൾ ഓരോ പോർഷൻ തുന്നി ഓരോ സ്റ്റിച്ചിട്ടെടുക്കുക ഈ രീതിയിൽ. അപ്പോൾ നമ്മൾക്ക് ഇത് ഷൂസിൻ്റെ ഒരു ഓർഗനൈസറായിട്ടൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഇത് കുറച്ച് ആ രീതിയിലല്ല ഞാൻ എടുത്തേക്കണം. മറ്റേ ഷൂസിൻ്റെ ആയിട്ടൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചും കൂടി വലിയ രീതിയിൽ നിങ്ങൾ ചുളുക്കിട്ട് തയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ വെറുതെ സ്ട്രെയിറ്റ് വെച്ച് ഞാൻ തയ്ച്ചേക്കണാണ്. മറ്റേത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തുന്നിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ടവലിൻ്റെ ഒരു ഓർഗനൈസറായിട്ട് നമ്മളുടെ വാർഡ്രോബിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം സ്പേസൊക്കെ വാർഡ്രോബിൽ ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു രീതി പരീക്ഷിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും. ഇങ്ങനെ കാണുമല്ല കിടക്കണത്. അപ്പോൾ ഇത് മാത്രമല്ല, ലെഗിങ്സ്, ഷോള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം കേട്ടോ. എന്ത് സാധനങ്ങളും വെക്കാം, നമുക്ക് അതിൽ ഒതുങ്ങുന്ന രീതിയിലുള്ളത് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ റൈസ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ റൈസ് ബാഗ് ആണെങ്കിലും രണ്ടെണ്ണം കൂട്ടിയെടുത്തിട്ടൊക്കെ ചെയ്യാം. വീതി കൂട്ടി വേണമെങ്കിലും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. താങ്ക് യു.